വായ്നാറ്റം കാരണം നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കുറവ് തോന്നാറുണ്ടോ? ചില ആളുകൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, 2 നേരം ബ്രഷ് ചെയ്യുന്നുണ്ട്, അതുപോലെ നാക്ക് വടിക്കുന്നുണ്ട്, പല്ലിനൊന്നും ഒരു കേടുമില്ല, പല്ലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ്, എന്നാലും ഈ വായ്നാറ്റം കാരണം സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല എന്ന് അധികം ആളുകളും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ പ്രധാനപ്പെട്ട കാരണം നമ്മളെ വായിലുള്ള പ്രശ്നമാവണമെന്നില്ല. ചില ആളുകൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേസ് നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അലർജിയുടെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങളോ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് മൂക്ക് അടയുന്നതിന്റെ ഭാഗമായിട്ട് മൂക്കിൽ നിന്നുള്ള കഫം വായിലേക്ക് ഇറങ്ങി വരാറുണ്ട്. പ്രത്യേകിച്ച് തൊണ്ടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഫം ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ബാക്ടീരിയയുടെ ആക്ഷൻ ഉണ്ടാവുകയും ഈ കഫത്തിലുള്ള പ്രോട്ടീനുകൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്മെല്ലുള്ള ഗ്യാസുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ഈ വായ്നാറ്റം അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മളവിടെ വായ ക്ലീൻ ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ അവിടെ എന്താണോ റൂട്ട് കോസ്, ആ റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്യുകയും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയുമാണ് വേണ്ടത്. ഇവിടെയാണ് ഹിസ്റ്ററി ടേക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേസ് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് റൂട്ട് കോസ് കണ്ടുപിടിക്കാനും എളുപ്പമാവുന്നു. ഇങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അലർജി ആണെങ്കിൽ അലർജിയുടെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലൂടെ തന്നെ മൂക്കിനകത്തുള്ള ഇൻഫ്ലമേഷനും ഒക്കെ കുറയുമ്പോൾ ഈ മൂക്കിൽ നിന്ന് വായിലേക്ക് പോകുന്ന കഫം നല്ല രീതിയിൽ കുറയുകയും ആ ഒരു ടെൻഡൻസി തന്നെ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുവഴി തന്നെ ഈ വായ്നാറ്റം നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ അനുഭവപ്പെടാറുണ്ടോ? എന്നാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.